കാണാൻ? എന്റെ രാഘവേട്ടനെ കാണാൻ. രാഘവേട്ടനെ കാണാൻ? എത്ര സുന്ദരനാ രാഘവേട്ട. രാഘവേട്ടാ, കുണ്ടു പട്ടിക്കാലത്ത്, അല്ല പണ്ട് കുട്ടിക്കാലത്ത് ആ കാണുന്ന കായൽ തീരത്ത് കൂടി ശംഭുവും വെച്ച് കക്കയും കല്ലും പെറുക്കി പൂഴിമണ്ണിൽ കളിവീടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു നടന്ന ആ പഴയ കുട്ടിക്കാലം എന്താ രാഘവേട്ട ആലോചിക്കുന്നേ? ഇതൊക്കെ എന്നാ ചുമ്മാ കള്ളത്തരം പറയോ? ഒന്ന് പോടി അവിടുന്ന്. രാഘവേട്ടൻ ഒന്ന് ഓർത്തോ, ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു മുഴം കയറെടുത്ത് ഈ വീടിന്റെ ഉത്തരത്തിലോ മച്ചിലോ കെട്ടി. അരുത്, എന്റെ ശ്രീദേവി കുട്ടിയായി വേഗം കാണിക്കരുത്. ഊഞ്ഞാല് കെട്ടി ആടാനും ഞാൻ മടിക്കില്ല. ശ്രീദേവി, വീട് രാഘവേട്ട, ആരെങ്കിലും കാണൂന്ന്. വീട് അമ്മ അകത്തുണ്ട്. അമ്മയ്ക്ക് കത്തുണ്ടോ? വേണ്ട രാഘവേട്ട, വണ്ടിക്കാശ് പോരാക്കണ്ട. ചെറിയ രാഘവ, നല്ല ചീത്തപ്പേരിലെ കുടുംബമായത്. ഇതാരെങ്കിലും കണ്ടാൽ മേലാൽ ഈ പൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത്. അമ്മേ, അകത്ത് റൂമുള്ള കാര്യം എന്റെ മകൾ മറക്കേണ്ട. രാഘവ, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേടാ? ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ ഇവിടുത്തെ അടുപ്പിൽ തീ പുകയൂ. അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അയ്യോ അല്ല അമ്മേ, അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. എവിടെ പോകുന്നു? കഥക് തുറക്കാൻ. കഥകിപ്പോ തുറക്കണ്ട. കാരണം ഒളിച്ചിരിക്കാനൊരു തലം പറഞ്ഞതാതല്ലേ. സുഭദ്രേ, സത്യം മാത്രമേ പറയാവൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട. പറയടി, എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ? അയ്യോ, എന്ത് പറ്റി മോളെ? ദേ നമ്മുടെ മകൾ. സുഭദ്രേ, പേടിക്കാൻ ഒന്നുമില്ല. വായുവിന്റെ. അല്ല അച്ഛ, രാഘവന്റെയാ. മോളെ. അതെ അച്ഛ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരച്ഛന്റെ തല വളരുന്നു. മോളെ, നീ ഈ അമ്മയെ കടത്തി വെട്ടി അല്ലേടി? സുഭദ്രേ, നീ നിന്റെ മകളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോടി. പോയില്ലെങ്കിൽ തൃപ്തിയായി ഗോപേട്ട. അമ്മാവാ, തൊട്ടുപോകരുത്. തൊട്ടാൽ തട്ടും. തൊട്ടു, തട്ടി. മോളെ, തറയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തറയിൽ വെച്ചാൽ എണ്ണ പറ്റും എന്ന രീതിയിൽ വളർത്തു വലുതാക്കിയ മോള. എന്നിട്ടിപ്പോ അതിനെന്താ, ഇപ്പോൾ പറ്റേണ്ടത് പറ്റേണ്ടടുത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിക്കൊണ്ടു പോകണോ? ചിഹ്നത്തിലാകരുതോ? പക്ഷെ ഒരു കണ്ടീഷൻ, ഈ നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. സുഭദ്രേ, എടുക്കാനുള്ളതെല്ലാം എടുത്തോളൂ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. മോനെ, ഇതാ ഇത് പിടിക്ക്. എന്താ ഇത്? മാസപ്പിരിവുകാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അമ്മാച്ചിമാരുടെയും കാർഡ്. പറ്റുമെങ്കിൽ ഇത് നീ അടച്ചു തീർക്കണം. ഇതുകൂടി പിടിച്ചോളൂ. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. ഇനി എന്റെ മരുമകൻ വേണം ഈ വീടിന്റെ മാസമുള്ള വാടക കൊടുക്കുവാൻ. അമ്മാവോ, എന്താ, തൃപ്തിയായില്ലേ എന്റെ മരുമകന്? സുഭദ്രേ, വരൂ, നമുക്കിറങ്ങാം. മോനെ, പോകുന്നതിന് മുമ്പ് മറ്റൊരു സത്യം കൂടി നീ അറിയണം. എന്തു സത്യം? ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം. പറ്റുമെങ്കിൽ പേരിന്റെ കൂടെ മുനിയാണ്ടിന്ന് കൂടി ചേർക്കണം. അതെന്തിനാ അച്ഛാ? സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ പേരിനാണ് ആ പ്രാധാന്യം. കടവുളേ കാപ്പാത്തിങ്കോ.